ഉണങ്ങാതിരുന്ന തുണിയെല്ലാം പെറുക്കി വെയിലെത്തിടുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ പണി. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും, ഞാൻ പിന്നെ മറന്നുപോവുകയും ചെയ്യും. പിന്നെ ഓർത്ത് വരുമ്പോഴത്തേക്കും വെയിലും ഉണ്ടാവില്ല, എന്റെ തുണി ഉണങ്ങില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് കിച്ചണിലേക്കാണ്. ഇന്നലെ ഒന്നും കുക്ക് ചെയ്യാത്തോണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം എന്നും പറഞ്ഞ് അത്ര കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമല്ല. ഒരു ചെറിയ തക്കാളിക്കറിയും പിന്നെ നാട്ടിൽ നിന്ന് നല്ല ഉണങ്ങി കൊണ്ടുവന്ന ബീഫും. രണ്ടും എളുപ്പപ്പണി ആയതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഇങ്ങനെ ഓഫിന് കുറച്ച് സമയം ജോലിയും കൂടുതൽ സമയം റെസ്റ്റും എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സ്ഥിരം പരിപാടി. പക്ഷെ ഇപ്രാവശ്യം കിട്ടിയ ഓഫിന് 2 ദിവസം ഞാൻ എന്തൊക്കെയോ പണികൾ ചെയ്യായിരുന്നു. അങ്ങനെ വലിയ മലമറിക്കുന്ന പണിയൊന്നും അല്ലെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ. വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു ചായയും പിന്നെ അതിന്റെ കൂടെ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ കൊഴുക്കട്ടയും കഴിക്കാൻ തോന്നി. പണ്ട് വീട്ടിലായിരുന്നപ്പോൾ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. ഒരു പ്രാവശ്യം ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത് വെച്ച ഒരാളെ എറിഞ്ഞു കൊല്ലാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് സോഫ്റ്റ് ആയി കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയാ, ഞാൻ ഒരു സംഭവം തന്നെ. അങ്ങനെ ഒരു നല്ല അടിപൊളി ചായയോടെയും കഴിഞ്ഞ് നല്ല എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചൊരു കുളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയൊക്കെ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇങ്ങനെ ഒരുപാട് സമയമുണ്ട് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കാറുള്ളൂ. പതുക്കെ തണുപ്പ് വീഴാൻ തുടങ്ങിയോണ്ട് ഇനി നമുക്ക് തുണിയെല്ലാം പെറുക്കിയെടുക്കണം. എണ്ണയൊക്കെ വെച്ച് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ ഒരു കുളിയും കൂടെ പാസ്സാക്കി. മുടി ബ്ലോ ഡ്രൈ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഇന്നിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഏതെങ്കിലും ഒരു മൂവി കണ്ട് കുറച്ചു നേരം സോഫയിൽ പോയിരിക്കാം. അപ്പോഴാണ് കണ്ണടയില്ലാതെ കണ്ണ് കാണില്ലല്ലോ എന്നുള്ള സത്യം ഞാൻ ഓർത്ത്. അപ്പൊ ഇനി ഞാൻ പോയി സിനിമ കാണട്ടെ. ബായ്.